ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പിക്ക് ആൻഡ് കരിയർ ടോക്ക്. നമ്മള് ഇന്നത്തെ കരിയർ ടോക്കില് ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് ഓഫീസർ, എങ്ങനെ ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസർ, അതും വിത്തൗട്ട് UPSC എക്സാം കമ്മീഷൻഡ് ഓഫീസറായിട്ട് കയറാൻ പറ്റുന്ന വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ആ ഒരു കരിയറിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCC, ആഫ്റ്റർ NCC കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ വിതൗട്ട് UPSC എക്സാം ഡയറക്റ്റ് SSB അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ കമ്മീഷൻഡ് ഓഫീസറായി ജോയിൻ ചെയ്യാം. ഇപ്പൊ ഈ ഒരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പം ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഗ്ലാമറസ് ജോബിൽ ഒന്നാണ് കമ്മീഷൻഡ് ഓഫീസർ. ഇപ്പം IAS, അതുപോലെ തന്നെ IPS, പിന്നെ അതുപോലെ തന്നെ IFS, ഇതുപോലെയൊക്കെ വരുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള, ഏറ്റവും നിങ്ങൾക്ക് പ്രൗഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ സാലറി, അതുപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉള്ള വലിയൊരു ഗ്ലാമറസ് ജോബാണ് ഇന്ത്യൻ ആർമി കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇന്ത്യൻ ആർമിയിൽ ഒരു കമ്മീഷൻഡ് ഓഫീസർ ആയിട്ട് ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. കാരണം ഓരോ കാര്യങ്ങളും അത്രയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാളെ ഭാവിയിൽ നിങ്ങൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഡിഫൻസിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, സോ ഞാൻ ആദ്യം കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് പറയാം. ഇപ്പം ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചോളം അതിൽ 3 കാറ്റഗറിപ്പെട്ട ഓഫീസേഴ്സ്, 3 കാറ്റഗറി എൻട്രിയാണ് വരുന്നത്. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സോൾജർ റാങ്ക് എൻട്രി ആയിട്ട് നിങ്ങൾക്ക് സോൾജർ റാങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മീഷൻഡ് ഓഫീസർ ആയിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡയറക്ട് കമ്മീഷൻഡ് ഓഫീസർ. ഇപ്പൊ ഡയറക്ട് കമ്മീഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചോളം 2 ടൈപ്പ് കമ്മീഷൻസ് ആണ് ഇന്നുള്ളത്. ഒന്ന് ഷോർട്ട് സർവീസ് കമ്മീഷൻ, രണ്ടാമത് പെർമനന്റ് കമ്മീഷൻ. എന്താ ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 years ഡ്യൂറേഷനിലേക്കുള്ളതാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ആർമിയിൽ നിന്നും റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ കമ്മീഷൻ കഴിഞ്ഞാൽ, നിങ്ങളെ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വർക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏത് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യാം. ഇപ്പൊ ഇന്ത്യൻ ആർമിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ആർമിയുടെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ദെൻ പെർമനന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു നിങ്ങൾ റിട്ടയർമെന്റ് വരെ എന്ത് ചെയ്യാം, ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ റാങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ 2 ടൈപ്പ് കമ്മീഷൻസ് ആണ് ഇന്ത്യൻ ആർമിയിലുള്ളത്. ഒന്ന് ഓഫീസർ റാങ്കിലേക്ക്, ഒന്ന് ഷോർട്ട് സർവീസ് കമ്മീഷൻ, രണ്ടാമത് പെർമനന്റ് കമ്മീഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ത്രൂ ഇന്ത്യൻ ആർമിയിൽ എങ്ങനെ ഓഫീസർ റാങ്കിൽ കയറാം, അതും വിത്തൗട്ട് UPSC എക്സാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു എൻട്രിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓപ്പർച്യൂണിറ്റി കരിയറിന്റെ എൻട്രിയുടെ പേര് എന്ന് പറഞ്ഞാൽ NCC സ്പെഷ്യൽ എൻട്രി സ്കീം. എന്ത് ചെയ്യാം, ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിട്ട് കയറാൻ പറ്റുന്ന ഒരു എൻട്രിയാണ്. എങ്ങനെയാണ് ഇത്? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്താണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുകൂടാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് വേണം. കാരണം ഇന്ത്യൻ ആർമിയിലേക്ക് ഓഫീസർ റാങ്കിൽ കയറണമെങ്കിൽ UPSC എക്സാം എഴുതണം. അതും വളരെയധികം എന്താണ് കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. ഇന്ത്യയിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുമ്പോൾ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്തിട്ട് വേണം. രണ്ടാമത് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, SSB ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ദെൻ മെഡിക്കൽ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രെയിനിങ്ങിൽ എന്തെങ്കിലും ജോയിനിങ് ലെറ്റർ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു എൻട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ദർ ഇസ് നോ UPSC എക്സാം. നിങ്ങൾക്ക് UPSC എക്സാമോ റിട്ടേൺ എക്സാമോ എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSB ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതിന് ഇന്ത്യൻ ആർമി ആവശ്യപ്പെടുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ആളുകളോ ആണെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളല്ല, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ആളുകളോ, അല്ലെങ്കിൽ നിങ്ങൾ NCC കേഡറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും, നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ഓക്കെ, സോ ഇതിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ NCC കേഡറ്റ് ആയിരിക്കണം. നിങ്ങൾ NCC കേഡറ്റ് വെറുതെ ഒരു NCC കേഡറ്റ് ആയതുകൊണ്ട് കാര്യമില്ല. കാരണം NCCയിൽ തന്നെ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. A സർട്ടിഫിക്കറ്റ് ഉണ്ട്, B സർട്ടിഫിക്കറ്റ് ഉണ്ട്, C സർട്ടിഫിക്കറ്റ് ഉണ്ട്. A സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഡിവിഷനിലായിരിക്കും. B സർട്ടിഫിക്കറ്റും C സർട്ടിഫിക്കറ്റും നിങ്ങൾ സീനിയർ ഡിവിഷനിൽ, അതായത് +2ലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സീനിയർ ഡിവിഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് C സർട്ടിഫിക്കറ്റും B സർട്ടിഫിക്കറ്റും കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആവും. അപ്പം ഈ ഒരു എൻട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ, ഈ പറയുന്ന ഡയറക്റ്റ് SSBക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം എന്തുണ്ടായിരിക്കണം, NCCയുടെ C സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ C സർട്ടിഫിക്കറ്റ് വെറുതെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ C സർട്ടിഫിക്കറ്റ് എന്താണ്, മിനിമം B ഗ്രേഡ്. ഞാൻ പറഞ്ഞത് മിനിമം B ഗ്രേഡ് ആണ്. പക്ഷെ നിങ്ങൾ ഇതൊരു കരിയർ എയിം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ NCCയുടെ C സർട്ടിഫിക്കറ്റ് എക്സാമിൽ A ഗ്രേഡ് തന്നെ സ്കോർ ചെയ്യണം. ഓക്കെ, എന്നാൽ എന്തെങ്കിലും കുറച്ചുകൂടി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ബട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, ഒന്ന് ബേസിക്കലി നിങ്ങൾക്ക് NCCയുടെ C സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൽ മിനിമം B ഗ്രേഡ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, NCCയുടെ C സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ, അതും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കൂടെ എന്ത് വേണം, രണ്ടാമത്തെ എലിജിബിലിറ്റി പറയുന്നത് എന്താണ്,
നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മിനിമം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? ഒരു ഡിഗ്രി, നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. ആ ഡിഗ്രിക്ക് 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇന്ന് ഇപ്പൊ ഡിഗ്രിക്ക് 50% മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നോർമലി അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിൽ പഠിച്ച് പാസ്സാവുന്ന എല്ലാവർക്കും 50% മാർക്ക് കിട്ടും. സോ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ കരിയർ എയിം ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പഠനവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ കരിയർ എയിം ചെയ്യും, ഇൻട്രസ്റ്റഡ് ആളുകളാണെങ്കിൽ. ഓക്കെ, സോ ഒന്ന് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, ഡിഗ്രിക്ക് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതാണ് NCCയുടെ C സർട്ടിഫിക്കറ്റ് വിത്ത് മിനിമം B ഗ്രേഡെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഏജോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏജ് എന്തെങ്കിലും നിബന്ധനകൾ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലാണെങ്കിലും അതിന് ഏജിന്റെ തരത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഏജ് ക്രിറ്റീരിയ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എൻട്രിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജ് ഇൻ ബിറ്റ്വീൻ 19 and 25 years, 19 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടയിൽ പ്രായമുള്ള ഒരാൾക്കാണ് ഈ ഒരു എൻട്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക. പക്ഷേ ഏജ് മാത്രം നിങ്ങൾ നോക്കണ്ട, ഓരോ തവണയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയാറുണ്ട് ഇന്ത്യൻ ആർമി. അപ്പൊ ആ ഡേറ്റിന്റെ ഇടയിലായിരിക്കണം നിങ്ങൾ ജനത്തി എന്ന് പറയുന്നതാണ്, ആ ഡേറ്റ് ഉള്ളിലായിരിക്കണം. ഓക്കെ, സോ ക്ലിയർ. അപ്പൊ ഏജ് ക്ലിയർ ആണ്. 19 വയസ്സിന്റെയും 25 വയസ്സിന്റെ ഇടയിലായിരിക്കണം. ദെൻ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? മിനിമം ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, അതായത് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. അതിന് 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? NCCയുടെ C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം. അതിലോ മിനിമം B ഗ്രേഡെങ്കിലും നിങ്ങൾക്ക് എന്താണ്, C സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് മിനിമം B ഗ്രേഡെങ്കിലും കിട്ടിയോ. A ഗ്രേഡിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. A ഗ്രേഡ് തന്നെ കിട്ടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ബട്ട് B ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഏജും പറഞ്ഞു, ദെൻ വേണം മിനിമം ക്വാളിഫിക്കേഷനും പറഞ്ഞു. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ എന്താണ്, നമുക്കിത് എപ്പം അപ്ലൈ ചെയ്യണം നമുക്കറിയണം. ഏതൊക്കെ സമയങ്ങളിലാണ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരിക, അതുപോലെ എത്ര വേക്കൻസികളാണ് ഓരോ വർഷവും NCC കാഡറ്റ്സിന് വേണ്ടിയിട്ട് ഈ എൻട്രി സ്കീമിൽ മാറ്റി വെച്ചിരിക്കുന്നത് കൂടി നമുക്ക് അറിയണം. എല്ലാ വർഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമി നോർമലി 100 മെയിൽ കാൻഡിഡേറ്റ്സിനും അതോടൊപ്പം തന്നെ 8ഓളം എന്താണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേണ്ടിയിട്ട് വാക്കൻസി കമ്മീഷൻ ഓഫീസർ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വേണ്ടി വാക്കൻസി മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഈ 100 എന്ന് പറയുന്നത് ഒരുമിച്ചല്ല, 2 ഇൻടേക്ക് ആയിട്ടാണ്, 2 പ്രാവശ്യമായിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത്. ഒന്ന് അപ്പൊ ഓരോ ബാച്ചിലും എന്താണ് 50 സീറ്റാണ് NCC കാഡറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. 50 സീറ്റ്. അപ്പൊ ഒരു ബാച്ചിൽ 50 സീറ്റ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ബാച്ചിലും 50 സീറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? ഇതിന് ത്രൂ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. നോർമലി ജൂൺ മാസത്തിലും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലുമാണ് എന്ത് ചെയ്യുക, ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് സാധാരണ രീതിയിൽ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിയുന്ന സമയമാണ്, മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഫൈനൽ ഇയർ എക്സാം കഴിയും. ഫൈനൽ ഇയർ എക്സാം കഴിയുമ്പോഴേക്കും എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്രാജുവേറ്റ് ആവണം. പക്ഷെ ഡിഗ്രി നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, അതുവരെയുള്ള എല്ലാ എക്സാംസിനും എല്ലാ സെമസ്റ്റർ എക്സാമിലും നിങ്ങൾക്ക് മിനിമം എന്താണ് 50% മാർക്കിൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ SSB എല്ലാം ക്ലിയർ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡിഗ്രിയുടെ നിങ്ങൾ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റണം. അല്ലെങ്കിൽ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ സെലക്ഷൻ പുറത്താക്കപ്പെടും. ഓക്കെ, സോ അതുകൊണ്ട് ബെറ്റർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനൽ ഇയർ ഡിഗ്രി എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡിഗ്രിയുടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തതിനു ശേഷം SSBക്ക് ഒക്കെ വേണ്ടി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ. കാരണം നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട്. സോ യു ഡോണ്ട് നീഡ് ടു വെറി വലിയ ഫാസ്റ്റ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തോണ്ട് തന്നെ പോകാം. കാരണം 25 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും 2 ബാച്ചസ് ഉണ്ട്. ഒന്ന് ജൂൺ മാസത്തിലും രണ്ടാമത് എന്താണ് ഡിസംബർ മാസത്തിലാണ് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരിക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ത്രൂ ഓൺലൈൻ ആണ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പം സെലക്ഷൻ പ്രൊസീജിയറിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ, ഞാൻ ഇതിന്റെ കുറച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു കരിയർ എൻട്രിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. രണ്ടാമതാണ് there is no UPSC എക്സാം. ഒരു UPSC എക്സാമും എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് SSB അറ്റൻഡ് ചെയ്യാം. അപ്പൊ കോമ്പറ്റീഷൻ എന്താണ്, കുറവാണ്. ഒരുപാട് പേരോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട. NCC കാഡറ്റ്സ് ആയിട്ടുള്ള ആളുകളോട് മാത്രം കോമ്പീറ്റ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ റാങ്കിൽ കയറാൻ പറ്റും. അത്രയധികം ഗ്ലാമറസ് ആയിട്ടുള്ള പ്രൗഡ് ഫീലിംഗിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത്.
പിന്നെന്താണ്, നിങ്ങൾ ഷോർട്ട് സർവീസ് കമ്മീഷനിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങളെ ഷോർട്ട് സർവീസ് കമ്മീഷൻ നിങ്ങളുടെ 10 ഇയർ നിങ്ങൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെർമനന്റ് കമ്മീഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ ആർമിയിൽ കണ്ടിന്യൂ ഓഫീസർ റാങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനന്റ് കമ്മീഷന് വേണ്ടി ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കിട്ടും. ദെൻ പെർമനന്റ് കമ്മീഷൻ തരുന്നത് ഇന്ത്യൻ ആർമിയാണ്. ദെൻ ഇന്ത്യൻ ആർമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പ്രകാരം ഓക്കെ ആണ്, നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ പ്രകാരം എല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ പെർമനന്റ് കമ്മീഷൻ ഓൾസോ. അതല്ലെങ്കിൽ 14 ഇയേഴ്സ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ആർമിന്ന് റിട്ടയർഡ് നിങ്ങൾക്ക് പോരുകയും ചെയ്യാം. ബാക്കി നിങ്ങൾ സിവിൽ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യും. ഇതെല്ലാം ഈ ഒരു പോസ്റ്റിന്റെ ഈ ഒരു കരിയറിന്റെ നല്ല വലിയൊരു അഡ്വാൻറ്റേജസ് അത് തന്നെയാണ്. ഇനി ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞു, സെലക്ഷൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം. ഓക്കെ, എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ? സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് റാങ്ക് ആണ്. പക്ഷെ ലെഫ്റ്റനന്റ് റാങ്ക് എപ്പോഴാണ് കിട്ടുക? ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് യുവർ പ്രീ കമ്മീഷൻ കോഴ്സ്. നിങ്ങളുടെ പ്രീ കമ്മീഷൻ കോഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 49 വീക്സ് ആണ് നിങ്ങളുടെ പ്രീ കമ്മീഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അത് നടക്കാൻ പോകുന്ന ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് സെന്റർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രീ കമ്മീഷൻ കോഴ്സ് 49 വീക്സിന്റെ പ്രീ കമ്മീഷൻ കോഴ്സ് നടക്കാൻ പോകുന്നത്. അപ്പൊ ആ 49 വീക്സ് നമ്മൾ എന്തെങ്കിലും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ട്രെയിനിങ്ങിന് ഡെഡിക്കേറ്റഡ്. കാരണം ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും, ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ട്രെയിനിങ് ആയിട്ടുള്ള മാപ്പ് റീഡിംഗ്, അതുപോലെ വെപ്പൺ ട്രെയിനിങ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡ്രില്ല്, പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് റിട്ടേണിൽ നിങ്ങൾക്ക് ഒരുപാട് കോച്ചിങ് ഉണ്ടായിരിക്കും, റിട്ടേൺസ് ഉണ്ട്. ഇപ്പം ഫിസിക്കൽ ട്രെയിനിങ് മാത്രമല്ല, ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് ഭാഗമായിട്ട് ഒരുപാട് റിട്ടേൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ആ 49 വീക്സ് നിങ്ങൾ മൈൻഡ് ഫുൾ ആയിട്ട് ഇന്ത്യൻ ആർമി ഡെഡിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ 49 വീക്സ് കഴിയുമ്പോഴേക്കും എന്താണ്, you will be eligible. നിങ്ങളെ പാസിംഗ് ഔട്ട്, നിങ്ങളെ POP കഴിയും. then your piping ceremony എന്ത് ചെയ്യും, you will be commissioned as a lieutenant. ഒരു ലെഫ്റ്റനന്റ് റാങ്കിൽ ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ കോഴ്സ് 49 വീക്സിന്റെ കോഴ്സ് ആണെങ്കിലും കൂടി ആ കോഴ്സിന് എന്ത് കിട്ടും, കഴിയുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓൾസോ ഫ്രം ദി മദ്രാസ് യൂണിവേഴ്സിറ്റി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ഡിഫൻസ് മാനേജ്മെന്റിലുള്ള PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനാണ്, ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ ട്രെയിനിങ് സമയത്ത് യു വിൽ ഗെറ്റ് സ്റ്റൈപ്പൻഡ്. ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം, അപ്പം ആ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഓരോ മാസം യു വിൽ ഗെറ്റ് സ്റ്റൈപ്പൻഡ് ഓൾസോ. ബട്ട് ഈ ട്രെയിനിങ് നിങ്ങൾ ഇടയിൽ വെച്ച് നിർത്തി പോവുകയാണെങ്കിലോ, നിങ്ങളായുള്ള റീസൺ കൊണ്ട് നിങ്ങൾ നിർത്തി പോവുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടി എത്രയാണോ ഇന്ത്യൻ ആർമി കോസ്റ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കോസ്റ്റ് ചെലവാക്കിയിരിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ടും വരും. അതൊക്കെ നമ്മുടെ മൈൻഡിൽ എന്താണ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാണ്, കാരണം ഉപകാരപ്പെടും. ഈ എല്ലാ കാര്യങ്ങളും പറയണം, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു കാര്യം പോലും വിട്ടുപോകാതെ മൊത്തത്തിൽ പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ മുഴുവൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങളെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ കരുതുക. ഇനി ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എങ്ങനെയാ പ്രൊമോഷൻ, എങ്ങനെയാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾ 2 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ റാങ്കിലേക്കാണ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുക. ക്യാപ്റ്റൻ റാങ്കിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, പിന്നീട് വരാൻ പോകുന്ന നെക്സ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, മേജർ റാങ്കിലേക്കാണ് നിങ്ങളെ പ്രൊമോഷൻ. മേജർ റാങ്കിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യും, നിങ്ങൾ പറയുന്ന പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന റാങ്കിലേക്ക് പ്രൊമോഷൻ കിട്ടും. പിന്നീട് ലെഫ്റ്റനന്റ് കേണൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പിന്നീട് പ്രൊമോഷൻ ഇന്ത്യൻ ആർമിയിലെ പ്രൊമോഷൻസ് പ്യൂർലി ബേസ്ഡ് ഓൺ സെലക്ഷൻ ആണ്. കാരണം ഇന്ത്യൻ ആർമിയുടെ ഒരു ബോർഡ് ഉണ്ടാവും, ബോർഡിലേക്ക് നിങ്ങളുടെ പേര് എന്ത് ചെയ്യണം, പോകണം, റെക്കമെൻഡഡ് പോകണം, നിങ്ങളെ കമാൻഡിംഗ് ഓഫീസർ നിങ്ങൾ യൂണിറ്റ് ത്രൂ പോകണം, അങ്ങനെ റെജിമെന്റ് ത്രൂ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സെലക്ഷൻ ബോർഡാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ഷൻ പിന്നീടുള്ള ഹയർ റാങ്ക്സ്. ഹയർ റാങ്ക്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് എന്തൊക്കെയാണ്, കേണൽ റാങ്ക് ഈസ് ദർ, ബ്രിഗേഡിയർ ഈസ് ദർ, മേജർ ജനറൽ ഈസ് ദർ, ലെഫ്റ്റനന്റ് ജനറൽ ഈസ് ദർ, ജനറൽ റാങ്ക് ഈസ് ദർ. അതിലേക്ക് സെലക്ഷൻ ത്രൂ ആണ് പോകും. അതല്ലെങ്കിലും നിങ്ങൾ എന്താണ് പീരീഡ് നിങ്ങൾ ഏകദേശം നിങ്ങൾ ഇത്ര വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേണൽ റാങ്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ കിട്ടാം. ബട്ട് ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ് ആൻഡ് ആർമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം നിങ്ങൾക്ക് ഈ പറയുന്ന ഹയർ റാങ്കിലേക്ക് കയറി പോകാനുള്ള ചാൻസസ് ഈസ് ഓൾസോ ബി ദർ. സോ അപ്പം അത്രയും നല്ല ഹൈ ആയിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പ്രൗഡ് മൊമെന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല അഡ്വഞ്ചേഴ്സ്, ഏറ്റവും നല്ലൊരു അഡ്വഞ്ചറസ് രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ബോഡി ഹെൽത്തി ആയിട്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന കമ്മീഷൻഡ് ഓഫീസറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന പോസിറ്റീവ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സാലറി നിന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഹൈ സാലറിയാണ്. സാലറി മാത്രമല്ല ബെനിഫിറ്റ്സ്, ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓഫീസ് റാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അലവൻസും കാര്യങ്ങളും കിട്ടും. മാത്രമല്ല ഒരുപാട് നിങ്ങൾ ഫാമിലിക്ക് ആണെങ്കിലും ശരി ഒരുപാട് പ്രൊട്ടക്ഷൻ, തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ എഡ്യൂക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും എന്താണ്, യു വിൽ ഗെറ്റ് എ സപ്പോർട്ട് ഫ്രം ദി ഇന്ത്യൻ ആർമി. ദെൻ ഇൻഷുറൻസ്, എല്ലാ മെഡിക്കൽ എല്ലാ ഫെസിലിറ്റീസും എന്ത് ചെയ്യും, യു വിൽ ഗെറ്റ് ഫ്രം ദി ഇന്ത്യൻ ആർമി. Then you can wear the uniform and you will get a rank. Okay, ഇനി ഇതിന്റെ സെലക്ഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണ്,
ജൂൺ അല്ലെങ്കിൽ എന്താണ് ഡിസംബർ, ജൂൺ മാസത്തിലും വരും, ഡിസംബർ മാസത്തിലും യു ക്യാൻ എക്സ്പെക്ട് ദി നോട്ടിഫിക്കേഷൻ. വന്നു കഴിഞ്ഞാൽ ത്രൂ ഓൺലൈൻ ആയിട്ട് ഇന്ത്യൻ ആർമിയുടെ joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് കരുതുക. പിന്നെ നിങ്ങളുടെ സെലക്ഷൻ നടക്കാൻ ഡയറക്റ്റ് SSB ആണ്. SSBയിലേക്ക് വിളിക്കണം എന്ത് ചെയ്യും? ആദ്യം സ്ക്രൂട്ടനിങ്, ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്. ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ചെക്ക് യുവർ ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഡീറ്റെയിൽസ് കാണാം. ദെൻ എന്ത് ചെയ്യാം? യു നീഡ് ടു ലോഗിൻ അഗെയിൻ. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? SSBയുടെ ഡേറ്റ്, രണ്ടാമത്തെ ഘട്ടം എന്താണ്? SSBയുടെ ഡേറ്റ് കിട്ടും. SSBയുടെ ഡേറ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആർ ദർ. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ആദ്യം വരുന്ന ആളുകൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിൽ എന്താണ്, ആദ്യം കയറുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഡേറ്റ് എടുക്കാം. ബട്ട് SSBക്ക് ഡിഫറെന്റ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളെ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള SSB സെന്റർ ബാംഗ്ലൂരാണ്. കർണാടകയിലെ ബാംഗ്ലൂരാണ് നമ്മുടെ SSB സെന്റർ എന്ന് പറയുന്നത്. പക്ഷെ സെന്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെന്റർ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ. ഇനി SSB രണ്ടാമത്തെ ഘട്ടം എന്താണ്? നമ്മൾ ഓപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് SSBയുടെ ഡേറ്റ് കിട്ടി. നൗ യു നീഡ് ടു അറ്റൻഡ് SSB. SSB എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റുമാണ്. SSB ക്ലിയർ ചെയ്താൽ യു വിൽ ബിക്കം എ കമ്മീഷൻ ഓഫീസർ. ബട്ട് യു വാണ്ട് ടു ക്ലിയർ ദ SSB. 5 ഡേയ്സിന്റെ എന്താണ് ഒരു ഇന്റർവ്യൂ, വലിയൊരു ഇന്റർവ്യൂ പ്രൊസീജിയറാണ്, സെലക്ഷൻ പ്രൊസീജിയറാണ് SSB എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യൻ ആർമിയുടെ SSB ബോർഡിൽ അത്രയും പ്യൂർ ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയി നടക്കുന്ന, ക്ലിയർ ആയിട്ട് നടക്കുന്ന, സിൻസിയർ ആയിട്ട് നടക്കുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് SSB. അതിൽ വേറെ തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും ക്ലിയർ ആയിട്ട് നടക്കുന്ന, സിൻസിയർ, ഹോണസ്റ്റ് ആയി നടക്കുന്ന സെലക്ഷൻ ആണ്. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ യു വിൽ ബി സെലക്ടഡ്. അപ്പൊ അതിനെന്തൊക്കെ വേണം? ഫസ്റ്റ് ഡേ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും, റിട്ടേൺ ടെസ്റ്റ്. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ ദർ. ഇഫ് യു ഫെയിൽഡ് ഇൻ ദാറ്റ് എക്സാം, ഫസ്റ്റ് ഡേ എക്സാം തന്നെ ഫെയിൽ ആയോ, റിട്ടേൺ ടു ഹോം, നിങ്ങൾ നേരെ എന്ത് ചെയ്യും? വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചയക്കും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലൊന്നുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ചെസ്റ്റ് നമ്പർ കിട്ടും. ആ ചെസ്റ്റ് നമ്പർ വൈസ് ആണ് നിങ്ങളെ ബാക്കിയുള്ള എല്ലാ സെലക്ഷൻ നടക്കുന്നത്. ആ 5 ഡേയ്സ് ഇഫ് യു ക്ലിയർ, ആ 5 ഡേയ്സ് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇഫ് യു ക്ലിയർ ഓൾ ദ ഇന്റർവ്യൂസ് ആൻഡ് ഓൾ ദ സെലക്ഷൻ, ഓൾ ദ ആക്ടിവിറ്റീസ്, എവറിത്തിങ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് പ്രകാരം യു നീഡ് ടു അറ്റൻഡ് ഫോർ ദി മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷനും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും. ആ മെറിറ്റ് ലിസ്റ്റ് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക? യു വിൽ ഗെറ്റ് എ സെലക്ഷൻ. മെറിറ്റ് ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ പേര് അതിൽ വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ജോയിനിങ് ലെറ്റർ. ജോയിനിങ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു ക്യാൻ ജോയിൻ ദി കോഴ്സ്. ആ ട്രെയിനിങ് കോഴ്സ്, പ്രീ കമ്മീഷൻ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 49 വീക്കിന്റെ കോഴ്സാണ്. ഓർക്ക് അൺമാരീഡ് ആയിരിക്കണം കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അൺമാരീഡ് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഞാനിപ്പം പറയുന്നത് അൺമാരീഡും കൂടെ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ജോയിൻ ലെറ്റർ കിട്ടി, ജോയിൻ ചെയ്യുന്നു. 49 വീക്സിന്റെ ആ ട്രെയിനിങ് പ്രോഗ്രാം ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്ന ആ ഒരു ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will be commissioned as a lieutenant rank. Okay, you will be commissioned as a Indian Army ഒരു ഓഫീസർ ആയിട്ട് ലെഫ്റ്റനന്റ് റാങ്കിൽ എന്ത് ചെയ്യും? you will be commissioned as a commission officer. ഇന്ത്യ, അത് മാത്രമല്ല ഇന്ത്യയുടെ ഗസ്റ്റഡ് കാറ്റഗറി എയിൽ വരുന്ന ഓഫീസറും കൂടിയാണ് ഇന്ത്യൻ ആർമി കമ്മീഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലുള്ള ഇന്ത്യൻ ആർമി കരിയറുമായി ബന്ധപ്പെട്ട വീഡിയോസ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഹാവ് എ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഓൾസോ വിഷ് യു ഗുഡ് കരിയർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.